ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ സെഷൻസിൻ്റെയും PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും PYQ ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഞാൻ ഓൾറെഡി വെൻ ഡയഗ്രം ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 3 statements are followed by 3 conclusions numbered 1, 2 and 3. You have to consider these statements to be true even if they seem to be at variance with commonly known facts and decide which of the given conclusion logically follow from the given statements. നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 3 കൺക്ലൂഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ കൺക്ലൂഷനാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തന്നിട്ടുള്ളത്? ഓൾ പാൻസ് ആർ പെൻസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? എല്ലാ പാൻസും പെൻസാണ്. അപ്പോൾ നമുക്കിവിടെ പാൻസ് കൊടുക്കാലോ. പാൻസ് അതെല്ലാം എന്തിലാണ് വരുന്നത്? പെൻസിലാണ് വരുന്നത്. പെൻസ്. പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓൾ പെൻസ് ആർ ബ്രഷസ്. അപ്പോൾ ബ്രഷസിൻ്റെ ഉള്ളിലാണ് പെൻസ് എല്ലാം വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ ബ്രഷസ് കൊടുക്കാലോ. ബ്രഷസ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓൾ ബ്രഷസ് ആർ ടേബിൾസ്. എല്ലാ ബ്രഷസും എന്താണ്? ടേബിൾസ് ആണ്. അതായത് ടേബിൾസിൻ്റെ ഉള്ളിലാണ് ബ്രഷസ് വരിക. അപ്പം നമുക്കിവിടെ ലാസ്റ്റ് ടേബിൾസ് കൊടുക്കാം. ടേബിൾസ്. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? സം ടേബിൾസ് ആർ പാൻസ്. അതായത് കുറച്ച് ടേബിൾസ് എന്തായിരിക്കും? പാൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. കറക്റ്റാണ് വരും. അത് കുറച്ച് ടേബിൾസ് പാൻസ് അല്ലേ വരിക? നോക്കി ടേബിൾസ് മൊത്തമായിട്ട് നമുക്കിവിടെ ഉണ്ട്. പാൻസ് കുറച്ചുണ്ട്. അതായത് പാൻസ് എന്ന് പറയുമ്പോൾ ടേബിൾസിൻ്റെ ഭാഗമല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് ടേബിൾസ് എന്തായിരിക്കും? പാൻസ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ കറക്റ്റാണെന്ന് നമുക്ക് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? ഓൾ പെൻസ് ആർ പാൻസ്. എല്ലാ പെൻസും പാൻസ് ആയിരിക്കും. അത് വരില്ലല്ലോ. പെൻസിൻ്റെ ഉള്ളിലാണ് പാൻസ് വരുന്നത്. അപ്പം എങ്ങനെയാണ് എല്ലാ പെൻസും പാൻസ് ആവുക? നമ്മളിവിടെ നോക്ക്. ഈ ഭാഗങ്ങളൊന്നും പെൻസ് മാത്രമേ ഉള്ളൂ, പാൻസ് വരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ പെൻസും പാൻസ് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? തെറ്റാണ്. പിന്നെ മൂന്നാമത്തെ കൺക്ലൂഷൻ നോക്കുമ്പോൾ എന്താണ്? നോ പെൻ ഈസ് എ പാൻ. അതായത് ഒരു പെന്നും പാൻ അല്ല. അതിവിടെ ശരിയാണോ വരുന്നത്? അല്ലല്ലോ. ഇവിടെ കുറച്ച് പെൻസ് എന്താണ്? പാൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പെന്നും പാൻസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ മൂന്നാമത്തെ കൺക്ലൂഷനും തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. എയ്തർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 3 ഫോളോസ്. അത് ശരിയാണോ? അല്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. അതും ശരിയല്ലല്ലോ. പിന്നെ മൂന്നാമത്തെ നോക്കുകയാണെങ്കിലോ ഒൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അതല്ല കറക്റ്റ്. മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, ഒൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, 2 കൺക്ലൂഷനുകൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നോ കമ്പ്യൂട്ടർ ഈസ് എ മാർക്കർ. അതായത് ഒരു കമ്പ്യൂട്ടറും മാർക്കർ അല്ല. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ എവിടെ കൊടുക്കാം? ഫസ്റ്റത്തെ സർക്കിൾ കൊടുക്കാം, കമ്പ്യൂട്ടർ. പിന്നെ രണ്ടാമത് എന്താണ് കൊടുക്കേണ്ടത്?
മാർക്കർ, ഇവിടെ നമുക്ക് മാർക്കർ കൊടുക്കാം. പിന്നെ അടുത്തത് എന്താണ്? ഓൾ ഇറേസേഴ്സ് ആർ മാർക്കേഴ്സ്. എല്ലാ ഇറേസേഴ്സും എന്താണ്? മാർക്കേഴ്സ് ആണ്. അപ്പം മാർക്കറിന്റെ ഉള്ളിലാണ് വരിക എന്ത്? ഇറേസേഴ്സ്. അപ്പോൾ ഇറേസേഴ്സ് ആയി. ഇനി അടുത്തതോ? ഓൾ പെൻസ് ആർ ഇറേസേഴ്സ്. എല്ലാ പെൻസും എന്താണ്? ഇറേസറിന്റെ ഉള്ളിലാണ് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ പെൻസ് കൊടുക്കാം. പെൻസ് ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കൺക്ലൂഷൻ, നോ പെൻ ഈസ് എ കമ്പ്യൂട്ടർ. അതായത് പെന്നുകളൊന്നും കമ്പ്യൂട്ടർ അല്ല. അത് നമുക്ക് പറഞ്ഞൂടെ? കാരണം എന്താണ്? ഇത് തമ്മിൽ ഒരു റിലേഷൻ ഇല്ലല്ലോ. കമ്പ്യൂട്ടറും പെന്നും തമ്മിൽ ഒരു റിലേഷൻ വരുന്നില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്താണ്? കറക്റ്റ് എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? സം ഇറേസേഴ്സ് ആർ കമ്പ്യൂട്ടർ. കുറച്ച് ഇറേസേഴ്സ് എന്താണ്? കമ്പ്യൂട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരൂല്ലോ. കമ്പ്യൂട്ടറും മാർക്കറും ഒരു ബന്ധമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഈ മാർക്കറിന്റെ ഉള്ളിലാണ് ഇറേസേഴ്സും വരുന്നത്, പെൻസും വരുന്നത്. അപ്പോൾ സം ഇറേസേഴ്സ് ആർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് തെറ്റാണ്. എന്തായാലും വരില്ല. നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണല്ലോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോസ്. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 3 കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓൾ ഫോൺസ് ആർ ടാബ്ലെറ്റ്സ്. എല്ലാ ഫോൺസും എന്താണ്? ടാബ്ലെറ്റ്സ് ആണ്. അപ്പോൾ ഫോൺസ് അവിടെ വരും, ഉള്ളിൽ വരും. ഫോൺസ് പുറത്ത് ടാബ്ലെറ്റ്സ് വരണല്ലോ. എന്നാലല്ലേ എല്ലാ ഫോൺസും ടാബ്ലെറ്റ്സ് ആവുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നോ ടാബ്ലെറ്റ് ഈസ് എ കാൽക്കുലേറ്റർ. ഒരു ടാബ്ലറ്റും എന്താണ്? കാൽക്കുലേറ്റർ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റർ ഇവിടെ മാറ്റി കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഓൾ ഡ്രൈവ്സ് ആർ കാൽക്കുലേറ്റേഴ്സ്. എല്ലാ ഡ്രൈവ്സും എന്താണ്? കാൽക്കുലേറ്റേഴ്സ് ആണ്. അപ്പോൾ കാൽക്കുലേറ്ററിന്റെ ഉള്ളിലാണ് ആര് വരേണ്ടത്? ഡ്രൈവ്സ് വരേണ്ടത്. അപ്പം നമുക്ക് ഡ്രൈവ്സ് ഇവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ്? സം ഡ്രൈവ്സ് ആർ ഫോൺസ്. കുറച്ച് ഡ്രൈവ്സ് ഫോണാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമോ? നോക്കി നോക്ക്. ടാബ്ലെറ്റ്സും കാൽക്കുലേറ്ററും തമ്മിൽ ഒരു ബന്ധവുമില്ല. ടാബ്ലെറ്റ്സിന്റെ ഉള്ളിലാണ് ഫോൺസ് വരുന്നത്, കാൽക്കുലേറ്ററിന്റെ ഉള്ളിലാണ് ഡ്രൈവ്സ് വരുന്നത്. അപ്പൊ അത് തമ്മിൽ ഒരു ബന്ധവും വരാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? റോങ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കി നോക്കാം. സം കാൽക്കുലേറ്റേഴ്സ് ആർ ഫോൺസ്. കുറച്ച് കാൽക്കുലേറ്റേഴ്സ് എന്തായിരിക്കും? ഫോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എന്തായാലും വരുമോ? ഇല്ലല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ കൺക്ലൂഷൻ നോക്കാം. നോ ടാബ്ലെറ്റ് ഈസ് എ ഡ്രൈവ്. ഒരു ടാബ്ലറ്റും എന്താണ്? ഡ്രൈവ് ആവൂല. അത് കറക്റ്റ് അല്ലേ വരുമോ? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടാബ്ലറ്റും കാൽക്കുലേറ്ററും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന്. അപ്പോൾ ടാബ്ലറ്റും ഡ്രൈവ്സും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ മൂന്നാമത്തെ കൺക്ലൂഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. ഓൺലി കൺക്ലൂഷൻസ് 1 and 2 ഫോളോസ്. അത് ശരിയല്ല. രണ്ടാമത്തെ എന്താണ്? ഓൺലി കൺക്ലൂഷൻസ് 1 and 3 ഫോളോ. അതും ശരിയല്ല. മൂന്നാമത്തത് എന്താണ്? ഓൺലി കൺക്ലൂഷൻ 3 ഫോളോസ്. അതാണ് കറക്റ്റ്. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്?
3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 3 കൺക്ലൂഷനുകൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓൾ സ്പ്രിങ്സ് ആർ ബ്രൂക്സ്. എല്ലാ സ്പ്രിങ്സും എന്താണ്? ബ്രൂക്സ് ആണ്. അപ്പൊ സ്പ്രിങ്സ് ഇവിടെ വരും. ബ്രൂക്സ് ആണെങ്കിലോ അതിന്റെ പുറത്തായിട്ട് വരണം. അപ്പോഴാണ് എല്ലാ സ്പ്രിങ്സും എന്താണ്? ബ്രൂക്സിന്റെ ഉള്ളിൽ വരുള്ളൂ. ഇനി അടുത്തത് എന്താണ് പറഞ്ഞുള്ളത്? സം ബ്രൂക്സ് ആർ ക്രീക്സ്. കുറച്ച് ബ്രൂക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രീക്സ് ആണ്. അപ്പോൾ ക്രീക്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. സ്പ്രിങ്സ് ഇവിടെ വരും, ബ്രൂക്സ് ഇവിടെ വരും ആദ്യത്തെ പോലെ തന്നെ. പക്ഷേ ക്രീക്സ് സ്പ്രിങ്സിലും വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല ഇത് എവിടെയാണ് വരുന്നതെന്ന്. അപ്പൊ നമുക്കിവിടെ ക്രീക്സ് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോ ക്രീക്ക് ഈസ് ടാപ്പ്. ഒരു ക്രീക്കും എന്താണ്? ടാപ്പ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടാപ്പ് ഇവിടെ കൊടുക്കാം, ടാപ്പ് ഇവിടെയും കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കൺക്ലൂഷൻ, സം ടാബ്സ് ആർ ക്രീക്സ്. കുറച്ച് ടാബ്സ് എന്താണ്? ക്രീക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. ക്രീക്സും ടാപ്പും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സം ടാബ്സ് ആർ ക്രീക്സ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കിയാൽ എന്താണ്? നോ സ്പ്രിങ് ഈസ് ടാപ്പ്. ഒരു സ്പ്രിങ്ങും ടാപ്പ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. ചിലപ്പം പോസിബിലിറ്റി ഉണ്ട്, നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ബ്രൂക്സിലും സ്പ്രിങ്സിലും ആകെ കുറച്ച് ഭാഗമേ വരുന്നുള്ളൂ. ബാക്കി ഭാഗം ടാപ്പുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെന്താണ്? സം ബ്രൂക്സ് ആർ സ്പ്രിങ്സ്. കുറച്ച് ബ്രൂക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പ്രിങ്സ് ആണ്. അത് കറക്റ്റാണ്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. 1 എന്തായാലും ശരിയാവൂല. പിന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? ഓൺലി കൺക്ലൂഷൻ 3 ഫോളോ. മൂന്നാമത്തെ കൺക്ലൂഷൻ കറക്റ്റ് അല്ലേ? നമ്മൾ നോക്കിയതാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? സം കാർനേഷൻസ് ആർ പെറ്റൂണിയാസ്. അപ്പോൾ കാർനേഷൻസ് നമുക്ക് ഫസ്റ്റത്തെ സർക്കിളിൽ കൊടുക്കാം. പിന്നെ രണ്ടാമത്തേൽ എന്താണ്? പെറ്റൂണിയാസ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ് തന്നുള്ളത്? ഓൾ പെറ്റൂണിയാസ് ആർ സൺഫ്ലവേഴ്സ്. എല്ലാ പെറ്റൂണിയാസും എന്താണ്? സൺഫ്ലവർ ആണ്. അടുത്തത് സൺഫ്ലവർ കൊടുക്കാം. പിന്നെന്താണ്? സം സൺഫ്ലവേഴ്സ് ആർ നോട്ട് കാർനേഷൻസ്. അതായത് കുറച്ച് സൺഫ്ലവർ എന്താണ്? കാർനേഷൻസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. ഇത്രയും ഭാഗത്താണ് കാർനേഷൻസ് വരുന്നുള്ളൂ. ഇത്രയും ഭാഗത്ത്. ഇവിടെ എന്താണ്? സൺഫ്ലവർ കാർനേഷൻസ് അല്ലാന്ന് നമുക്ക് ഓൾറെഡി ഈ ഫിഗറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഡ്രോ ചെയ്യണ്ട. ഇനി നമുക്ക് ഓരോ കൺക്ലൂഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ കൺക്ലൂഷൻ എന്താണ്? സം സൺഫ്ലവേഴ്സ് ആർ കാർനേഷൻസ്. കുറച്ച് സൺഫ്ലവർ എന്താണ്? കാർനേഷൻസ് ആണ്. അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവൂലേ? നോക്കി നോക്ക്. ഇത്രയും ഭാഗം എന്തായാലും സൺഫ്ലവർ കാർനേഷൻസ് ആണ്. അപ്പം ആ കൺക്ലൂഷൻ കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കിയാലോ? ഓൾ കാർനേഷൻസ് ആർ സൺഫ്ലവേഴ്സ്. എല്ലാ കാർനേഷൻസും സൺഫ്ലവർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഇത് നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കൺക്ലൂഷൻ നോക്കാം. ഓൾ പെറ്റൂണിയാസ് ആർ കാർണേഷൻസ്. എല്ലാ പെറ്റൂണിയാസും എന്താണ്? കാർണേഷൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷെ അതും എന്തായാലും വരില്ലല്ലോ, നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ഭാഗം വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നാലാമത്തെ നോക്കി നോക്കാം. നോ സൺഫ്ലവർ ഈസ് കാർണേഷൻ. അതായത് ഒരു സൺഫ്ലവറും കാർണേഷൻ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും തെറ്റല്ലേ? നോക്കി നോക്ക്, ഇവിടെ കുറച്ച് ഭാഗം സൺഫ്ലവർ എന്താണ് കാർണേഷനായി വരുന്നുണ്ട്. അപ്പോൾ നാലാമത്തെ കൺക്ലൂഷനും തെറ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ കൺക്ലൂഷൻ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ നോക്കി നോക്കാം. ഓൺലി കൺക്ലൂഷൻ 2 and 3 ഫോളോ, അത് വരില്ല. ഓൺലി കൺക്ലൂഷൻ 4 ഫോളോസ്, അതും വരില്ല. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.